വിശ്വാസം, അതായത് യൂസ്ഡ് കാർ എടുക്കുന്നതിൽ വിശ്വാസം എന്നൊരു വാക്കിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം കിലോമീറ്റർ എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതിന്റെ കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ആകെ 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ 13-29 ജെനുവിൻ ആണോ? 13 ജെനുവിൻ ആണ്. ഹിസ്റ്ററി എടുത്തു കൊടുക്കുക, ഹിസ്റ്ററി എല്ലാം എടുത്തു കൊടുക്കുക. വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രം എടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പോൾ ഒരു 40 അല്ലെങ്കിൽ 50 കിലോമീറ്റർ സ്പീഡിലൊക്കെ വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഇത് എടുക്കരുത്. കാരണം എന്താ വെച്ചാൽ അത് ഈ വണ്ടീനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അല്ലെ. കരുത്തരിൽ കരുത്തൻ അല്ലെ. പിന്നെ പവറിലാണെങ്കിലും മൈലേജിലാണെങ്കിലും പെർഫോമൻസിലാണെങ്കിലും കിടിലൻ വണ്ടിയാണ്. 1.5 ലിറ്റർ ഡീസൽ എക്കോസ്പോർട്ട് അല്ലെ. കിലോമീറ്റർ ആണ് ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത്. 2018 മോഡൽ ഈ വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറയുന്നത് വെറും 15,000 കിലോമീറ്റർ. 15 ഓടിയിട്ടുള്ളൂ. 15 വണ്ടി ഓടിയിട്ടുള്ളൂ. 13 എത്ര ഓടിയിട്ടുണ്ട്? ഇത് ആകെ 55,000 ഓടിയിട്ടുള്ളൂ. അത്ര ഓടാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഉപയോഗിച്ചൊരു വണ്ടിയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. 250-ലധികം യൂസ്ഡ് കാറുകളാണ് ഈ നിരത്തിയിട്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഞാനെന്നുള്ളത് നമ്മുടെ കാർ 24ന്റെ യാർഡിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് സ്ഥിതി ചെയ്യുന്ന കാർ 24ന്റെ യാർഡാണ് കേട്ടോ. ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും വണ്ടികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അത്രയധികം വണ്ടികൾ ഇപ്പോൾ നിലവിൽ ഇവിടെ ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ കിട്ടാവുന്ന സാധാരണക്കാരെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മിഡ് റേഞ്ച് വണ്ടികളിൽ ഒരുവിധം എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട്. അതിനകത്ത് ഡീസൽ, പെട്രോൾ, ഓട്ടോമാറ്റിക്, മാനുവൽ. ഒരു ആൾ വരുമ്പോൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർ ഉദ്ദേശിക്കുന്നത് ഏതാണോ ആ വണ്ടി ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരുന്ന് വരെ വണ്ടീൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അറിയാനുള്ള ഓപ്ഷൻസ് ഇവരുടെ അടുത്തുണ്ട്. പിന്നെ ഒട്ടുമിക്ക സംഭവങ്ങളുണ്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. രോഹിത്തെ, എന്തൊക്കെയാണ് വിശേഷം? സുഖമായിരിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് പുതിയ ഓഫറുകൾ? എന്തൊക്കെയാണ് ധാരാളം ഓഫറുകൾ വരുന്നുണ്ട്. ഇപ്പൊ ഹോളി പ്രമാണിച്ചും അതുപോലെ തന്നെ നിലവിൽ കുറെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. പിന്നെ പെരുന്നാളൊക്കെ പ്രമാണിച്ചും ഡിസ്കൗണ്ടുകൾ ഒരുപാടുണ്ടാവും അല്ലേ? നിങ്ങളുടെ ബേസിക് സംഭവങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തോളൂ. നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാല് നമ്മുടെ ഇവിടെ ഒരു 250ഓളം വണ്ടികളുണ്ട്. നമ്മുടെ ഇവിടുന്ന് വണ്ടി എടുത്താലുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1 മന്ത് എല്ലാ വണ്ടികൾക്കും ഫ്രീ വാറന്റി കൊടുക്കുന്നുണ്ട്. 2010 തൊട്ടുള്ള എല്ലാ വണ്ടികൾക്കും ഫ്രീ വാറന്റി കൊടുക്കുന്നുണ്ട്. അത് 1 മന്ത് ഫ്രീ വാറന്റി ആണ്. അത് 1 ഇയറിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ചെറിയ ചാർജ് അതിന് വരുന്നുണ്ട്. പിന്നെ 7 ഡേയ്സ് റിട്ടേൺ പോളിസി അല്ലെങ്കിൽ 500 കിലോമീറ്റർ. വണ്ടി ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് 7 ദിവസത്തിനുള്ളിലോ 500 കിലോമീറ്ററിനുള്ളിലോ റിട്ടേൺ ചെയ്താൽ നിങ്ങൾ എത്ര രൂപ ചെലവാക്കിയോ ആ ഫുൾ എമൗണ്ട് നമ്മൾ റീഫണ്ട് ചെയ്യും. പിന്നെ 140 ക്വാളിറ്റി ചെക്ക് പോയിന്റ്സ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഇവിടെയുള്ള എല്ലാ വണ്ടികളും വിട്ടേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാർ 24ന്റെ ഫിനാൻസ് ഓപ്ഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഇവിടെ നിന്ന് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ഇനിയിപ്പോ അതല്ല ബജാജ് ആയിട്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. നമുക്ക് ടൈപ്പ് ഉണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതുവരെ നമ്മൾ കാർ 24ന്റെ ഫിനാൻസ് ഓപ്ഷൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ 12% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. പക്ഷെ എന്നാലും വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ രാവിലെ ഇവിടെ വരുവാണെങ്കിൽ വൈകുന്നേരം നിങ്ങൾക്ക് വണ്ടിയും കൊണ്ട് പോവാം. സിബിലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വണ്ടി ഇവിടെ ഇറക്കിക്കൊണ്ട് പോകാം. അപ്പൊ എന്തിന് കാർ 24ൽ വന്ന് വണ്ടി എടുക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ധാരാളം സർവീസുകൾ വേറെയും കൊടുക്കുന്നുണ്ട്. നമ്മുടെ കാർ 24ന്റെ ആപ്പ് അവൈലബിൾ ആണ്, സൈറ്റും ഉണ്ട്. നമ്മുടെ ഇവിടെയുള്ള എല്ലാ വണ്ടികളുടെയും ഡീറ്റെയിൽസ് ആപ്പിൽ തന്നെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാം, ഭാവിയിൽ നിങ്ങളിപ്പോ ഒരു ഫ്ലിപ്കാർട്ടിൽ ഇരുന്നിട്ട് നിങ്ങളൊരു സാധനം വാങ്ങിക്കുന്ന പോലെ ഇവരുടെ ആപ്പ് വഴി നിങ്ങൾക്ക് വണ്ടി വാങ്ങാനുള്ള അവസരം ഉണ്ടാവും. പിന്നെ വേറൊരു മെയിൻ കാര്യം പറയാനുള്ളത്, ആ ഒരു ആപ്പിൽ ഒരു വണ്ടീന്റെ മൈന്യൂട്ട് സ്ക്രാച്ച് വരെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ എഞ്ചിന്റെ സൗണ്ട് വരെ ആപ്പിൽ അവൈലബിൾ ആണ്. അതാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ. അതായത് നമ്മൾ ഫ്യൂച്ചറിനനുസരിച്ച് വളരുന്നതിനനുസരിച്ചുള്ള സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ചധികം വണ്ടികൾ കാണിച്ചു തരാം. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്തോട്ടോ. നല്ലൊരു യൂസർ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഉണ്ട്, കാണാൻ മറക്കണ്ട. നമുക്ക് ഇതിൽ നിന്ന് പറഞ്ഞു തുടങ്ങിയാലോ? ഇത് പറഞ്ഞു തുടങ്ങാം. അതെ, ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ഒരു കോമ്പാക്ട് SUV ആണ്. അത് മാത്രമല്ല കരുത്തരിൽ കരുത്തൻ അല്ലെ. പിന്നെ പവറിലാണെങ്കിലും മൈലേജിലാണെങ്കിലും പെർഫോമൻസിലാണെങ്കിലും കിടിലൻ വണ്ടിയാണ്. 1.5 ലിറ്റർ ഡീസൽ എക്കോസ്പോർട്ട് അല്ലെ. 2018 മോഡലാണ്. 2018 മോഡൽ ടൈറ്റാനിയം വേരിയന്റ് ആണ് വരുന്നത്. 1.5 ലിറ്റർ ഡീസൽ ആണ് വണ്ടി. 20ന്റെ മേലെ മൈലേജ് കിട്ടുന്ന ഒരു വലിയ വണ്ടി ഉറപ്പായിട്ട്. പിന്നെ കമ്പനി ഫോർഡും കൂടെയാണ്, പറയാതെ തന്നെ അറിയാം, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയും കൂടെയാണ്. കാറായാലും ഭയങ്കര ഡിമാൻഡുള്ള കാറാണ്. ഇതാകെ 90,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 18 ഡീസലാണ്. 90,000 വലിയൊരു ഓട്ടം ഞാൻ ഒരിക്കലും പറയില്ല, കാരണം നോർമൽ ഇത് തന്നെയാണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ് വരുന്നത്. ഇത് വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി മാനുവൽ ആണ്. വേറെ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, വേറെ ഒരു കുഴപ്പമില്ല. ഇത് വേരിയന്റ് ഫുള്ളിന്റെ നേരെ താഴെ വരുന്ന അലോയ് വീൽസ് വരുന്നുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 60%, 50%-ഓളം എന്തായാലും ഉണ്ട്. പിന്നെ 18 ആയതുകൊണ്ട് തന്നെ ആ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കമ്പനി ഫിറ്റ് ആണ്. ഒരു ആക്സിഡന്റും റീപ്ലേസ്മെന്റും ഇല്ലല്ലോ. ഒരു ആക്സിഡന്റും റീപ്ലേസ്മെന്റും ഇല്ല. അതെല്ലാം നമ്മുടെ ആപ്പിൽ തന്നെ അറിയാൻ പറ്റും. ഫുൾ ഹിസ്റ്ററി സഹിതം നിങ്ങൾക്ക് ആപ്പിൽ തന്നെ അത് അറിയാൻ പറ്റുന്നതാണ്. എന്താ വില? ഇത് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇന്നലെ വരെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 750 ആയിരുന്നു. ഇന്നിപ്പോ 740 കിടക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അത്
കുറഞ്ഞുകൊണ്ടിരിക്കുക, ഡിസ്കൗണ്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, പറയാൻ പറ്റില്ല. പിന്നെ ഇന്നത്തെ വില, അതായത് ഇന്നത്തെ ഓഫറുകളെല്ലാം കഴിച്ച് ഇന്നത്തെ വില 7,40,000 രൂപയാണ്. 7 ലക്ഷം രൂപ കൺഫേം ലോൺ ആണ് അല്ലേ? ചിലപ്പോൾ നിങ്ങൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഇത് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവരുടെ ആപ്പിൽ കയറിയിട്ട്, ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടോ, ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആപ്പിൽ കയറിയിട്ട് ഇത് ചെക്ക് ചെയ്തോ. ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്നുകൂടി കുറഞ്ഞിട്ടാവും, 7,25 ആയിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ഒരു അത് ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിക്കൊള്ളട്ടെ. ഇന്നത്തെ വില, ഇപ്പോഴത്തെ വില 7,40 ആണ്. 7 ലക്ഷം രൂപ ലോണും കിട്ടും. 7 ലക്ഷം ഫുൾ ലോൺ കിട്ടും. പ്രൊഫൈലൊക്കെ നല്ലോണം ഓക്കെ ആണെങ്കിൽ ഫുൾ ലോൺ എന്തായാലും കിട്ടും അല്ലേ? പിന്നെ പരമാവധി ഫുൾ ലോൺ ഒന്നും എടുക്കാതിരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ അടയ്ക്കാനൊക്കെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഡീസൽ വണ്ടി, മൈലേജ് ഉള്ള വണ്ടി കോൺടാക്ട് ചെയ്തോളൂ അല്ലേ? അത്യാവശ്യം വില കുറച്ചിട്ട് നല്ലൊരു സെഡാൻ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡിക് ഷേപ്പിൽ വരുന്ന ഒരു മോഡലൊക്കെ, ഇത് 2012 ഹ്യുണ്ടായി വെർണയാണ്. ഇത് ഫ്ലൂയിഡിക് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 1.6 ലിറ്റർ എഞ്ചിൻ വരുന്ന VT SX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അതായത് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, പെട്രോൾ വണ്ടിയാണ്. പിന്നെ വണ്ടി മാനുവൽ ആണ് വരുന്നത്. ഓണർഷിപ്പിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഓണർ ആണ്. ആകെ 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 12 എനിക്ക് തോന്നുന്നു, കാരണം 80 ഓടുള്ളൂ, 12-13 മൈലേജ് കിട്ടത്തുള്ളൂ. പിന്നെ ആക്സിഡന്റ് ഹിസ്റ്ററിയും ആക്സിഡന്റ് കാര്യങ്ങളായിട്ട് ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ എന്താ പറയാ, ഫ്ലഡ് എഫക്റ്റഡ് വണ്ടിയല്ല. അതൊക്കെ ഗ്യാരണ്ടി അല്ലേ? അതൊക്കെ നിങ്ങളെ പോലെ ഒരു ബ്രാൻഡ് അത് പറയാൻ തന്നെ പാടില്ല. അതായിട്ട് നമ്മൾ ഫ്ലഡ് എഫക്റ്റഡ് വണ്ടികളോ മേജർ ആക്സിഡന്റ് വണ്ടികളോ നമ്മൾ ഇവിടെ എടുക്കില്ല. അങ്ങനത്തെ വണ്ടികളൊക്കെ നമ്മൾ അത് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. കാർ24 പോലത്തെ ഇത്രയും വലിയൊരു ബ്രാൻഡ് ഒരിക്കലും നിങ്ങളോട് അതൊരു തിരിച്ചടി വരും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുക്കത്തില്ല. പിന്നെ ഈ വണ്ടി എല്ലാ ഫുൾ ഹിസ്റ്ററി നിങ്ങൾക്ക് ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. എല്ലാ കാര്യങ്ങളും കിട്ടും. ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച വരെ 4 ലക്ഷം ആയിരുന്നു. അതിപ്പോ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 3,50,000 ആയിട്ടുണ്ടല്ലേ? ഈ ഫെസ്റ്റിവൽ സീസൺസ് വരുമ്പോൾ നല്ല പ്രൈസ് ഡിസ്കൗണ്ട് വരും കേട്ടോ. ഇപ്പൊ പെരുന്നാളൊക്കെ വരുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഹോളി വരുന്നു. അങ്ങനെ എല്ലാത്തിന്റെയും റേറ്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്തായാലും ഇപ്പം 3 ലക്ഷം രൂപയാണ് ഇതിന്റെ ചോദിക്കുന്ന വില. അതായത് ഇപ്പൊ വായി തോന്നുന്ന വില ചോദിക്കുന്നു നല്ല അതിന്റെ അർത്ഥം. കാരണം ഇതിനൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 3-നുള്ളിലൊക്കെയാണ് വില വരുന്നത്. അത് നിങ്ങൾക്കനുസരിച്ച്, അതായത് ഓരോ സമയത്തിനനുസരിച്ച് ഡിസ്കൗണ്ട് തരുന്നതാണ്. റേറ്റ് കൂടി നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ട്രസ്റ്റും നമുക്ക് അതനുസരിച്ചുള്ള സർവീസും ഇവിടെ ഉണ്ട്. അതായത് 1 മന്ത് ഫ്രീ വാറന്റി പറയുന്നുണ്ട്. അത് കാറിന്റെ ഫുൾ പാർട്സിന് പറയുന്നുണ്ട്. പിന്നെ 1 ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ 7 days റിട്ടേൺ പോളിസി. അത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും മിസ്യൂസ് ചെയ്യാം. വണ്ടി എടുത്തു കഴിഞ്ഞ് വേണമെങ്കിൽ 3-6 ഊട്ടിയിലൊക്കെ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു ഇവിടെ കൊണ്ടുവന്നേരാം. 500 കിലോമീറ്ററിനുള്ളിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ കസ്റ്റമറിനെ വിശ്വസിച്ച് കൊടുക്കുന്ന ആ ഒരു ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ നോക്കുന്നത്. കസ്റ്റമർ നമ്മളോടുള്ള ഒരു വിശ്വാസം, അതാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിർത്തുന്ന നല്ല ബന്ധങ്ങൾ. എന്തായാലും ക്വാളിറ്റി ഉള്ള ഒരു വെർണ ആരെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ. ഫുൾ ലോണും കിട്ടും. ഫുൾ ലോൺ കൊടുക്കാം അല്ലെ? 1 മന്ത് വാറണ്ടി കിട്ടും. 2012 ആണെങ്കിലും അത് വേണമെങ്കിൽ ചെറിയൊരു പൈസ കൊടുത്താൽ 1 ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഓഫറിന്റെ പേരിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചിലപ്പോൾ ഫ്രീ ആയിട്ടും ചെയ്യും. അത് നിങ്ങൾ വന്ന് നേരിട്ട് വണ്ടി കണ്ട് ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ട് എടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇവരതൊക്കെ ചെയ്തു തരും. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് പഴയ മോഡലിലുള്ള ഒരു i20, അതും പെട്രോൾ വണ്ടിയാണ്. ഈ പെട്രോൾ വണ്ടി ആകുമ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത് കംപ്ലൈൻറ്റ്സ് വളരെ കുറവായിരിക്കും. പിന്നെ ഏതാ മോഡല്? ഇത് 2012 മോഡലാണ്. i20 ആണ് വരുന്നത്. 2012 മോഡൽ i20 ആണ്. KL43 രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ വേരിയന്റ് ഏതാ? വേരിയന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്പോർട്സ് ആണ്. സ്പോർട്സ് 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. 1.2 പെട്രോൾ എഞ്ചിനാണ്. പിന്നെ ഇതിന്റെ അകത്തൊരു കാര്യം പറയാനുള്ളത്, സ്പോർട്സ് ആണെങ്കിലും ഇതിന്റെ അകത്ത് കീലെസ് എൻട്രിയും ബട്ടൺ സ്റ്റാർട്ട് ഒഴികെ ബാക്കി കംപ്ലീറ്റ് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ? അതായത് അലോയ് വീൽസ് ഉണ്ട്. 4 ടയറും ഏകദേശം 95% ടയർ ഉണ്ട്. ഇതിന്റെ ഇന്റീരിയർ നിങ്ങൾ ശരിക്കും ഒന്ന് കാണണം കേട്ടോ. അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ഇന്റീരിയർ ആണ്. ആ കമ്പനി വന്ന സീറ്റൊക്കെ എന്നെ വൃത്തിയാണെന്നറിയോ. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ഒരു വണ്ടിയാണ് അല്ലേ? പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഇതിന്റെ വൃത്തി തന്നെയാണ്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒരു കുഴപ്പമില്ല. ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാതെ ക്ലീൻ വണ്ടിയാണ് അല്ലേ? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. പെട്രോൾ ആണ് വരുന്നത്. 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 80 ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി കൊടുക്കാൻ പറ്റും നമുക്ക്? ഹിസ്റ്ററി കൊടുക്കാൻ പറ്റും. അതെ, ആപ്പിൽ അവൈലബിൾ ആണ്. ഫുൾ ലോൺ കയറുമോ? ഫുൾ ലോൺ കയറാം സാധ്യതയുണ്ട്. എന്നാലും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. പിന്നെ വില എന്ന് പറയുമ്പോഴത്തേക്കും 3 ലക്ഷമാണ് നമ്മുടെ ഇത്ര നാൾ ഉണ്ടായിരുന്ന പ്രൈസ്. ഇപ്പൊ 2.80 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും കുറയാം. അങ്ങനെ
മാറ്റം വരും. മാറ്റങ്ങൾ വരും. നിങ്ങൾ എന്തായാലും പേടിക്കണ്ട, എന്തായാലും കുറയും. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ 2009 വണ്ടിയൊക്കെ 1.5 ലക്ഷം രൂപയ്ക്കൊക്കെ വേറെ വീഡിയോയിൽ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2012 സ്പോർട്സ് ആണ്. എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ക്ലീൻ വണ്ടിയാണ്. വെറും 80,000 ഓടിയിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഇത് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു പണിയില്ലാണ്ട് കുറച്ച് കാലം കൊണ്ടു നടക്കാം. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഫുൾ ഓണിൽ 2,80,000 രൂപയ്ക്ക് ഇതാരെങ്കിലും വേണമെങ്കിൽ പ്രൈസ് ചെറിയ രീതിക്കൊക്കെ നമ്മൾ ആപ്പിൽ കാണുന്ന അല്ലാണ്ട് ഇവിടെ വന്ന് ഡയറക്റ്റ് സംസാരിക്കുമ്പോൾ ഓൺ ടേബിൾ നെഗോസിയേഷൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ, അതെന്തായാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ വാറണ്ടിയും കിട്ടും. 1 മാസത്തെ വാറണ്ടി ഉണ്ടാവും. വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് 1 വർഷം വരെ ആക്കാം. അത് 2010 ശേഷമുള്ള ഏത് വണ്ടിക്കും കിട്ടും കേട്ടോ. അതെന്തായാലും നല്ലൊരു കാര്യമാണ്, കാരണം അധികം ആരും അങ്ങനെ ചെയ്യാത്തൊരു സംഭവമാണ്. എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഐറ്റന്റെ ഈ ഒരു ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി അല്ലേ? ഇത് കഴിഞ്ഞിട്ട് വന്നതൊക്കെ പിന്നെ ന്യൂ ഷേപ്പിൽ വന്ന വണ്ടിയാണ്. ഇത് ഏതാ മോഡൽ? ഇത് 2013 മോഡൽ. 13 മോഡൽ ഐറ്റൻ ആണ്. 13 എത്ര ഓടിയിട്ടുണ്ട്? ഇത് ആകെ 55,000 ഓടിയിട്ടുള്ളൂ. അത്ര ഓടാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഉപയോഗിച്ചൊരു വണ്ടിയാന്ന് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല, ഒരു കുഴപ്പമില്ലാത്ത ക്ലീൻ വണ്ടിയാണ്. വേരിയന്റ് പറയുമ്പോഴത്തേക്ക് സ്പോർട്സ് വേരിയന്റ് ആണ് വരുന്നത്. 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന മാനുവൽ വണ്ടിയാണ്. മാനുവൽ അല്ലേ? മാനുവൽ വണ്ടി. അത്യാവശ്യം പവർ ഉണ്ടാവും. ബാക്കിൽ 2 പുതുപുത്തുണ്ടായിരുന്നു, ഫ്രണ്ടിൽ ഏകദേശം ഒരു 80% ഉണ്ട്. ഈ സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല നീറ്റ് ഇന്റീരിയർ. എന്താ പറയുക, കാര്യങ്ങളെല്ലാം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന്റെ ഓണർഷിപ്പിലേക്ക് വരുമ്പോഴത്തേക്കും സെക്കൻഡ് ഓണർ ആണ് വണ്ടി വരുന്നത്. പെട്രോൾ ആണ്. 57,000 ഓടിയിട്ടുള്ളൂ. ഇതിന്റെ ശരിക്കുള്ള ഇവിടുത്തെ പ്രൈസ് 2,80,000 രൂപയാണ്. ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ്, ഓഫർ എല്ലാം കഴിഞ്ഞ് ഇപ്പൊ 2,50,000 രൂപയ്ക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് 2,00,000 രൂപയ്ക്ക് വണ്ടി. 2.5 ലക്ഷം രൂപയ്ക്ക് 1 രൂപ കയ്യിൽ നിന്ന് മുടക്കാണ്ട് ഫുൾ ഓണില് ഇതുപോലത്തെ ഒരു അടിപൊളി ഐറ്റൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. സ്പോർട്സ് വേരിയന്റ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക് എന്നിങ്ങനെയുള്ള ബേസിക് സാധനങ്ങളെല്ലാം തന്നെ വരും കേട്ടോ. നല്ല നീറ്റ് വണ്ടിയാണ്. അതായത് സാധാരണക്കാരന് വലിയ പൈസയൊന്നും ഇല്ലാണ്ട്, അതായത് ഇപ്പോൾ ഒരു 13 മോഡല് അൾട്ടോ ഒക്കെ എടുക്കുമ്പോൾ വരുന്ന റേറ്റ് തന്നെ. ക്വാളിറ്റി ആണെങ്കിലും റീസെല്ലിംഗ് എമൗണ്ട് ഒക്കെ ആണെങ്കിലും ഇതിന് കൂടുതൽ കിട്ടും. നിങ്ങൾ നോക്കിക്കോളൂ. ഹ്യുണ്ടായിന്റെ ഐറ്റൻ ആണ്, 13 മോഡലാണ്. ഫുൾ ഓണില് 2.5 ലക്ഷം രൂപയ്ക്ക് എടുക്കാം. ഇതിലും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ മോഡലിലൊരു വാഗണർ നിങ്ങൾക്ക് ഇനി വേറെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. മോഡൽ ഏതാ? 2013 മോഡല് വാഗണർ ആണ് വരുന്നത്. 1 ലിറ്റർ എഞ്ചിൻ വരുന്ന VXI വേരിയന്റ് ആണ്. അതായത് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ മോഡലാണ്. അതെ. ഈ VXI എന്ന് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ബാക്ക് വൈപ്പർ എന്നിങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വരും. അതിന്റെ ബാക്ക് വൈപ്പർ ഓൾറെഡി പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആപ്പിൽ തന്നെ മെൻഷൻ ആയിരിക്കും. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ചെയ്തു കൊടുക്കണമെങ്കിൽ ചെയ്തു കൊടുക്കാം. അതിനിപ്പം ചെറിയൊരു പേയ്മെന്റ് വരുന്ന കാര്യമുള്ളൂ. പിന്നെ അതുപോലെ നിങ്ങൾ സർവീസ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ഒന്ന് ചെയ്താൽ മതി. സ്ക്രാച്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആപ്പിൽ തന്നെ കാണാൻ പറ്റും. വണ്ടിയുടെ സ്ക്രാച്ചസ്, വണ്ടിയുടെ ഇംപെർഫെക്ഷൻസ് എല്ലാം ആപ്പിൽ തന്നെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതി എന്ന് പറഞ്ഞു, ഇതിന്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതിന്റെ കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ആകെ 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 13-29 ജെനുവിൻ ആണോ? 13 ജെനുവിൻ ആണ്. ഹിസ്റ്ററി എടുത്തു കൊടുക്കുക. ഹിസ്റ്ററി എല്ലാം എടുത്തു കൊടുക്കുക. അടിപൊളി. അതായത് മീറ്റർ ടാമ്പേഡ് വണ്ടികൾ നമ്മൾ എടുക്കില്ല. മീറ്റർ ടാമ്പേഡ്, ഫ്ലഡ് എഫക്റ്റഡ്, മേജർ ആക്സിഡന്റ്, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം. ഈ 3 കാര്യങ്ങളുള്ള വണ്ടികൾ നമ്മൾ എടുക്കത്തില്ല. മീറ്റർ ടാമ്പേഡ് ചെയ്ത വണ്ടിയല്ല. ജസ്റ്റ് 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 13 വണ്ടിയാണ്. ഓണർഷിപ്പ് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. പെട്രോൾ ആണ്, സിംഗിൾ ഓണർ ആണ്. എന്നാലും അത്രയും ക്വാളിറ്റി ഉണ്ട് വണ്ടി. അതായത് ഈ പറഞ്ഞ പോലെ ചെറിയ എന്താ പറയുക, ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുണ്ട്. അപ്പൊ ഇത്രയും ലോ കിലോമീറ്ററിൽ ഒരു വണ്ടി വേറെ കിട്ടുമോ? അതും ഈ മോഡലിൽ കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ പ്രൈസും കൂടി കേട്ടെ. ഇതിന്റെ ശരിക്കുള്ള ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത് 3,90,000 രൂപയാണ്. ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് 3,60,000 രൂപയ്ക്ക് ഇപ്പൊ കൊടുക്കാം. കമ്പാരിറ്റീവ്ലി ലേശം കൂടുതലാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കിലോമീറ്റർ ഒക്കെ ആയതുകൊണ്ടായിരിക്കും. കിലോമീറ്റർ ആയപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത സർവീസുകളും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരും ദിവസങ്ങളിൽ റേറ്റ് കുറയും. അത് മാത്രമല്ല, നിങ്ങൾ ഇവിടെ വരിക, വന്നിട്ട് വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവിടെ ഡയറക്റ്റ് സംസാരിച്ചോളൂ. മാക്സിമം കുറച്ച് തരും. പിന്നെ ഫുൾ ഓണും ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ 1 വർഷത്തെ വാറണ്ടിയും തരും. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വാങ്ങിക്കോളൂ കേട്ടോ. അടുത്തത് ഏറ്റവും കൂടുതൽ ആൾക്കാർ, അതായത് ഒരു ഫാമിലിയിലേക്കൊക്കെ ഒരു വണ്ടി എടുക്കുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് വാഗണറിനായിരിക്കും എപ്പോഴും. അത് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി അല്ലേ? അതായത് പ്രൈസ് റേഞ്ചിൽ കുറച്ച് കുറഞ്ഞത് നോക്കുമ്പോൾ മാരുതി ആൾട്ടോ 800 ആണ് ഏറ്റവും കൂടുതൽ വിറ്റ വണ്ടിയാണ് ഇന്ത്യയിൽ. ഏതാ മോഡല്? ഇത് 2013 മോഡല് ഓൾട്ടോ 800 ആണ്. ഇതാകെ എത്ര 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 13-40 ജെനുവിൻ ആണ്. പിന്നെ പ്രൈസിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിന്റെ പ്രൈസ് 2,30,000 രൂപയാണ്. ഇതിന്റെ പ്രൈസ്
230 അല്ലേ? 230 പ്രൈസ് വരുന്നത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ക്ലീൻ വണ്ടിയാണ്. 230 എന്ന് പറയുമ്പോൾ ലേശം കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം, വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കുറച്ച് ഓടിയിട്ടുള്ളൂ, ലോ കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ സർവീസുകളും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു റേറ്റ് ഇട്ടത്. ഇത് ശരിക്കും പിന്നെ LXI വേരിയന്റ് ആണ്. പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോയും വരും. അതെ അതെ, കാര്യമായ വേറെ ഒരു അപാകതയും പറയാനില്ല. വണ്ടി നീറ്റ് ആണ്. ഒന്ന് പോളിഷ് ഒക്കെ ചെയ്ത ഒന്നുകൂടി ടയർ ആണെങ്കിലും ടയറിലേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു 90-95% ടയർ ലൈഫ് ഉണ്ട്. ടയർ ഉണ്ടല്ലേ? ഓക്കെ, അത്യാവശ്യം നിങ്ങൾക്ക് ഓടിക്കാം. അതായത് പെട്ടെന്ന് കൊണ്ടുപോയാൽ ഒരു പണി എടുക്കണ്ടെന്ന്. പിന്നെ 18-20 കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജും കിട്ടും. ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത ക്ലീൻ വണ്ടിയാണ്. അതെ, പിന്നെ 230 ആണ് വരുന്നത്. അതനുസരിച്ചുള്ള നിങ്ങൾക്ക് ഗുണങ്ങളും ഉണ്ടാവും. അല്ലാതെ നമ്മളൊരു ഡീലറിന്റെ എടുക്കണ പോലെ അല്ല, ഒരു കമ്പനിയിൽ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം. അതായത് യൂസ്ഡ് കാർ എടുക്കുന്നതിൽ വിശ്വാസം എന്നൊരു വാക്കിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം ഏതാണ് ഇതൊക്കെ നെറ്റിലും ബോൾട്ടിലും ഓടുന്ന സാധനമാണ്. വിശ്വാസത്തിലുപരി നിങ്ങൾ വരിക, നിങ്ങൾക്ക് ഷോറൂമിൽ കൊണ്ടുപോകാം, മെക്കാനിക്കിനെ കൊണ്ടുണ്ടെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യുക എന്നിട്ടുള്ളതാണ്. അപ്പൊ നാളെ ഒരു പക്ഷേ നിങ്ങൾ ഈ വണ്ടി കൊടുത്തു, ഒരു മാസം അല്ലെങ്കിൽ 2 മാസം വാറണ്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വരുന്നെങ്കിൽ ഒരിക്കലും അത് മനസ്സിലായി. അതിപ്പം എന്തുകൊണ്ടും ഇപ്പൊ ഒരു ഡീലറിനെ വെച്ച് നോക്കുമ്പോ പിന്നെയും ഒരു കുറച്ചും കൂടി ട്രസ്റ്റബിൾ ആണ്. അലമ്പെങ്കിലും ഉണ്ടാക്കാം. അതൊക്കെയാണ് കേട്ടോ. ഓക്കെ, എന്തായാലും 2,30,000 രൂപയ്ക്ക് 2013 40,000 കിലോമീറ്ററോടെ LXI വേരിയന്റ് വണ്ടി കിട്ടും. നിങ്ങൾ നോക്കിക്കോളൂ. പെരുന്നാളൊക്കെ പ്രമാണിച്ച് ഇനിയും ഇതിന് ഡിസ്കൗണ്ട് വരാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഇത് കുറച്ച് നിങ്ങൾക്ക് റേറ്റ് കൂടുതലായിട്ട് തോന്നിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒറ്റ ഓൾട്ടോ 800 അല്ല ഉള്ളത്. ഈ ഒരു റോ അങ്ങ് നിരന്ന് കിടക്കുക. അതായത് 2012 മുതൽ 23 വരെയുള്ള മോഡൽ 12 തൊട്ടുണ്ട്. ഈ ഷേപ്പിലുള്ള വണ്ടി ഒരു 12 മുതൽ അങ്ങ് ഈ ഏറ്റവും പുതിയ വണ്ടി വരെ ഉണ്ട്. വന്ന് നോക്കിക്കോളൂ, അല്ലെങ്കിൽ ആപ്പിൽ ഒന്ന് ചെക്ക് ചെയ്തോളൂ, എന്നിട്ട് നേരെ പോരെ. 1.5 ലക്ഷം രൂപ തൊട്ടുള്ള ഓൾട്ടോകൾ ഇവിടെ ഉണ്ട്. അത്യാവശ്യം കൊള്ളാവുന്ന നല്ല വൃത്തിയുള്ളൊരു ഇയോണും കൂടി കാണിച്ചു തരാം. ഇയോൺ ഏതാ മോഡലൊക്കെ? ഇത് 2013 മോഡൽ ഇയോൺ ആണ്. മാഗ്ന പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്. മാഗ്ന പ്ലസ് ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും. പിന്നെ 2013 മോഡൽ 13 ആണല്ലേ? 13 1-2 ആയാലോ കാണിക്കുന്നു അല്ലേ? ഓട്ടോ എത്രയാ? ഇത് ആകെ 39,000 ഓടിയിട്ടുള്ളൂ. അതായത് 13 മോഡലിൽ കുറെ ലോ കിലോമീറ്റർ ഓടി വരുന്നുണ്ട്. അത് പുതിയ മോഡലുകൾ കാറുകൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും ഇവർ വിൽക്കണത് സിംഗിൾ. ഇത് ഇപ്പൊ ഫസ്റ്റ് സിംഗിൾ ഓണർ ആണ്. എനിക്ക് തോന്നുന്നു ഇവര് പുതിയത് എടുത്തിട്ട് ഇതുവരെ വിൽക്കാണ്ട് ഒരു വീട്ടില് ആവശ്യങ്ങൾക്ക് മാത്രം ഓടിയ വണ്ടികളായിരിക്കും. അതെ അതെ. പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആണ്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ആകെ 39,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. പെട്രോൾ ആണ് വരുന്നത്. മാനുവൽ വണ്ടിയാണ്. ബാക്കിൽ 2 പുത്തൻ ടയറും കിടക്കുന്നുണ്ട്. ഫ്രണ്ടിൽ കുറവാണ്. ഫ്രണ്ടിൽ ഒരു 60% കൂട്ടിയാൽ മതി. അതെ. പിന്നെ ഒരപാകതയില്ലല്ലോ, ഒരപാകതയില്ലാത്ത ക്ലീൻ വണ്ടിയാണ്. ഹിസ്റ്ററി എടുത്ത് കൊടുക്കാം. എഞ്ചിന്റെ സൗണ്ട് വരെ നിങ്ങൾക്ക് ആപ്പിൽ കേൾക്കാം. ഒരു കുഴപ്പമില്ലാത്ത ക്ലീൻ വണ്ടിയാണ്. പ്രൈസ് വരുമ്പോഴത്തേക്കും 2,33,000 നമ്മുടെ ഇവിടുത്തെ ശരിക്കുള്ള പ്രൈസ്. ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് 2,15,000 രൂപയ്ക്ക് വണ്ടി 2,15,000 വണ്ടി. അതെന്തായാലും മോശമില്ലാത്തൊരു റേറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ റേറ്റ് ആണെന്ന് ഞാൻ പറയില്ല. കാരണം ഇത്രയും ലോ കിലോമീറ്റർ വണ്ടി ആയതുകൊണ്ടാണ്. പിന്നെ 13 മോഡലും ഉണ്ട്. എങ്ങനെയായാലും 2ൻ്റെയൊക്കെ മേലെ സാധാരണ എല്ലാവരും വില പറയാറുണ്ട്. 13 മോഡൽ അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ്. 2,15,000 രൂപ, വെറും 39,000 നല്ല പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു വണ്ടിയാണ്. ഫുൾ ലോണും കിട്ടും. അതായത് ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും ഫുൾ ലോൺ കിട്ടും. നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് സിബിലും കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ മാക്സിമം ലോൺ ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഫുൾ ലോണിൽ 2,15,000 രൂപയ്ക്ക് വെറും 39,000 കിലോമീറ്റർ ഓടിയ ഇയോൺ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഏകദേശം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു ഫാമിലിയിലേക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന, അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ഓട്ടമുള്ളവർക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടി എറ്റിയോസ് ലിവയാണ്. ലിവ ശരിക്കും ഇത് മോഡൽ ഏതാ? ഈ മോഡൽ പറയുമ്പോഴത്തേക്ക് 2012 മോഡൽ 12 ആണ്. അപ്പൊ പ്ലാറ്റിനത്തിലേക്ക് കൺവേർട്ട് ചെയ്താണ്. ഇത് ശരിക്കും തട്ടിയിട്ടൊക്കെ ആയിരിക്കുമോ? തട്ടിയിടും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ഫ്ലഡ് കാര്യങ്ങളും ഒരു പ്രശ്നമില്ല. ഗ്യാരണ്ടി കൊടുക്കും. ഒരു മാസത്തെ വാറണ്ടി നിങ്ങൾക്ക് കിട്ടും. വേണമെങ്കിൽ ഒരു വർഷത്തേക്ക് അതാക്കി തരും. പിന്നെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. അതെ, കാണുമ്പോ തന്നെ മനസ്സിലാവും. ഇപ്പൊ അലോയ് മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഫോഗ് ലാമ്പിന്റെ അവിടെ ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ പറയാൻ മാത്രമൊന്നുമില്ല, ചെറിയ പൈസേന്റെ സംഗതികളാണ്. മെയിൻ ആയിട്ട് ഇത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ കിലോമീറ്റർ ആണ്. 2012 എത്ര ഓടിയിട്ടുണ്ട്? ഇത് ആകെ 90
97,000 ഓടിയിട്ടുള്ളൂ. 97 അല്ലേ? 2012 വണ്ടിയെ സംബന്ധിച്ച് 97 തീരെ വളരെ കുറവാണ്. ഒന്നുമല്ല. അതായത് പിന്നെ ടൊയോട്ടനെ സംബന്ധിച്ചും ആ കിലോമീറ്റർ ഒന്നുമല്ല. അതാണ് അതിന്റെ ടൊയോട്ടയും കൂടെയാണ്. പക്ഷേ പ്രശ്നമില്ലാത്ത പിന്നെ അത്യാവശ്യം നമുക്ക് ഭയങ്കര ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് ലിവ എന്ന് പറയുന്നത്. ലിവ നമുക്ക് ഒന്നാമത് ഇപ്പൊ നിർത്തിയത് കൊണ്ട് കുറച്ച് മാർക്കറ്റ് കൂടുതലാണ്. പക്ഷേ ഇന്റീരിയർ ഒക്കെ അടിപൊളിയാണ്. ഇന്റീരിയർ അടിപൊളിയാണ്. നമുക്ക് ഇപ്പൊ ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ വെറുതെ പറയുമല്ലോ, തമാശക്ക് പറയുമല്ല, ഈ കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്നത് എറ്റിയോസ് ലിവ, അതുപോലെ തന്നെ പിന്നെ ലിവ അല്ല സാധാ എറ്റിയോസും ഉണ്ടല്ലോ, മറ്റേ സെഡാൻ ടൈപ്പ്. അത് ഈ 2 വണ്ടികൾക്കും ഭയങ്കര ഡിമാൻഡ്. സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഇത്രയും കാലം വീഡിയോ ചെയ്തതിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ വണ്ടിക്കാരൻ. ബ്രോ ഇവിടെ വന്ന് വീഡിയോ ചെയ്തിട്ട് ഇതുവരെ ലിവ കണ്ടിട്ടില്ല. നമ്മളൊരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും 12 മോഡൽ വണ്ടി, ജെനുവിൻ കിലോമീറ്റർ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും GD ആണല്ലേ? അത് നോർമലി കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിപ്പോ ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത ക്ലീൻ വണ്ടിയാണെന്നുള്ളതാണ് ഹൈലൈറ്റ് വരുന്നത്. എന്താ പ്രൈസ്? എത്രയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 4 ലക്ഷം രൂപയാണ് ഇപ്പൊ ചോദിക്കുന്നത്. അത് ഇനിയും കുറയാം സാധ്യതയുണ്ട്. ഉറപ്പ് പറയുന്നില്ല കേട്ടോ, ചിലപ്പോഴേ കുറയുള്ളൂ. അത് പ്രൈസ്, അത് ഓരോ വണ്ടിക്കും ഇവർ ഡിസ്കൗണ്ട് കൊടുക്കും. പിന്നെ ഫെസ്റ്റിവലും കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ റേറ്റ് കുറയുന്നത്. ഓണർഷിപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓണർ വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പൊ ഏകദേശം കിലോമീറ്റർ ഒക്കെ ജെനുവിൻ തന്നെയാണ്, വേറെ ഒന്നും ആലോചിക്കാനില്ല. നിങ്ങൾ നോക്കിക്കോളൂ. ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്താൽ വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയാവും കേട്ടോ. പിന്നെ 1 year വരെ വാറണ്ടിയും കൊടുക്കാം. ഇതിനൊന്നും വാറണ്ടി ഒന്നും വേണ്ട. എന്തിനാ വാറണ്ടി? അതെ. പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ ഓണിൽ കൊടുക്കാം. എടുത്തോളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ജാസും കൂടി കാണിച്ചു തരാം. ജാസ് CVT ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ഇതിനും ഒരു ഹൈലൈറ്റ് ഉണ്ട്. ബ്രോ, ഇത് ഏതാ മോഡൽ? ഫസ്റ്റ് ഇത് 2018 മോഡലാണ്. 18 ആണ്. ഇത് കിലോമീറ്റർ ആണ് ഹൈലൈറ്റ് അല്ലേ? കിലോമീറ്റർ ആണ് ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത്. 2018 മോഡൽ ഈ വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറയുന്നത് വെറും 15,000 കിലോമീറ്റർ. 15 വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. പെട്രോൾ ആണ് വരുന്നത്. CVT ഓട്ടോമാറ്റിക് 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന ID.Tech VX ആണ് വരുന്നത്. VX എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ, അതിൽ സൺറൂഫ് ഒന്നും വരുന്നില്ല. ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന വണ്ടിയാണ്. പിന്നെ മൈലേജ് കുറവായിരിക്കും. ഒരു 12 മുതൽ 14 മാക്സിമം കിട്ടത്തുള്ളൂ. പിന്നെ ഇന്റീരിയറിലേക്ക് വരുമ്പോഴായാലും നിങ്ങൾക്ക് നല്ല കാണാൻ തന്നെ പറ്റും. നല്ല ക്ലീൻ വണ്ടിയാണ്. പിന്നെ കമ്പനി സീറ്റ് ആണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. പിന്നെ അലോയും കമ്പനി അലോയ് വരുന്നുണ്ട്. കാര്യങ്ങളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അടിപൊളിയാണല്ലേ? ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ 7,90,000 രൂപയാണ് നമ്മുടെ പ്രൈസ് കിടക്കുന്നത്. അത് ഇനിയും കുറയാം. കാരണം കമ്പാരിറ്റീവ്ലി ലേശം കൂടുതലാണ്. പിന്നെ വണ്ടി വെറും 15 ഓടിയിട്ടുള്ളൂ. അതും കൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു കാര്യവും കൂടെയാണ്. 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് കാര്യങ്ങളില്ല. CVT ഓട്ടോമാറ്റിക്കും കൂടെയാണ്. ലേഡീസിനൊക്കെ ആണെങ്കിലും ഓടിക്കാൻ ഭയങ്കര സുഖമുള്ള വണ്ടി കൂടെയാണ്. ഹോണ്ട കമ്പനിയും കൂടെയാണ്. ഓക്കെ, നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾ ഇവിടെ വണ്ടി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഇവരോട് സംസാരിച്ചോളൂ. ഓൺ ടേബിൾ നെഗോസിയേഷൻസ് എന്തായാലും ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് ഒക്കെ ഡ്രോപ്പ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. ശരിക്കും ഈ ഒരു വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രം എടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പോൾ ഒരു 40 അല്ലെങ്കിൽ 50 കിലോമീറ്റർ സ്പീഡിലൊക്കെ വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഇത് എടുക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വണ്ടീനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അല്ലെ? അങ്ങനെ തന്നെ പറയാം. അതായത് ഡീസൽ ഓട്ടോമാറ്റിക് വെൻഡോയാണ്. ഓട്ടോമാറ്റിക് വരുമ്പോൾ DSG ഗിയർ ബോക്സ് വരും. അതായത് നിലം തൊടാണ്ട് പറക്കുന്ന ഒരു സാധനം. അതായത് അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ ഓടിക്കുന്നവർ വന്നാലും സേഫ് ആയിട്ട് ഓടിക്കുന്ന ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഹൈലി പെർഫോമൻസ് കാർ എന്ന് തന്നെ വേണം പറയാൻ. അതായത് ഇതിന്റെ ആ ഒരു ഗിയർ ബോക്സ് തന്നെയാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ബെൻസിൽ ഓടിയിലൊക്കെ വരുന്ന സെയിം സാധനം DSG എന്ന് പറഞ്ഞ ഒരു മോഡൽ ഗിയർ ബോക്സ് ആണ്. നമ്മുടെ ഗോഡ് ഫാദർ ആയ കമ്പനിയാണ് വോൾക്സ്വാഗൻ. പിന്നെ ഇതിൽ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ലോ കിലോമീറ്റർ ആണ്. എത്ര ഓടിയിട്ടുള്ളത്? ഇത് ആകെ 68,000 ഓടിയിട്ടുള്ളൂ. 68,000 ഓടിയിട്ടുള്ളൂ. മോഡൽ ഏതാ? മോഡൽ 2015 ഹൈലൈൻ 1.5 ലിറ്റർ എഞ്ചിൻ ഓട്ടോമാറ്റിക് വരുന്ന ഓട്ടോമാറ്റിക് അല്ലേ? ശരിക്കും ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ അടിപൊളിയാണ്. അതുപോലെ തന്നെ കിഡിലൻ പിന്നെ സീറ്റ് കവറും കാര്യങ്ങളും ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. പിന്നെ കമ്പനി അലോയ് വരുന്നുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. കാറാണ്, സ്വാഭാവികമാണ്. അതെ. പിന്നെ ഇതൊക്കെ വേണം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. ഇതെല്ലാം ആ ആപ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ എനിക്ക് ഒന്ന് കഴുകാനൊക്കെ വേണ്ടി സർവീസിന് വേണ്ടി ഇട്ടേക്കോ. അതാണ് ഇങ്ങനെ ഇപ്പൊ വണ്ടി ഇങ്ങനെ കിടക്കുന്നത് പറഞ്ഞതാണ്. ഇത് സർവീസിന് ഇട്ടാണ് എടുക്കണമെന്ന് ചോദിച്ചാണ്. കാരണം എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. കാരണം അത്രയും രസമായിട്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് കാണിക്കുന്നത്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും വെൻഡോ
പോളോ അതുപോലെ വോൾക്സ്വാഗൻ കമ്പനികൾ മിക്ക കാറുകളും നല്ല സേഫ്റ്റിയുടെ കാര്യത്തിൽ ഭയങ്കര ജർമ്മൻ കാർസ് എല്ലാം അങ്ങനെ തന്നെ പൊളിയായിരിക്കും. പിന്നെ 15 മോഡല് 68,000 കിലോമീറ്റർ ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക് DSG വണ്ടി എന്താ വില വരുന്നത്? നമുക്കിത് 590 കൊടുക്കാം. 590 കൊടുക്കാം. 597 ആണ്, അത് 90 വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ വേറൊരു കാര്യം കേട്ടോ, പ്രൈസ് ഒന്നും കൂടി താഴുകയാണെങ്കിൽ അടിപൊളിയായി. പിന്നെ ഈ പറഞ്ഞൊരു പ്രൈസിൽ എടുത്താലും വലിയ നഷ്ടമുണ്ടെന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കിലോമീറ്റർ അല്ലേ ഓടിയിട്ടുള്ളൂ. പിന്നെ കുറച്ച് കാലം നിങ്ങൾക്ക് നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്, മൈലേജും കിട്ടും. അതുകൊണ്ട് ലുക്കിന്റെ കാര്യത്തിലാണേലും അപാര ലുക്കാണ്, മോഡിഫൈ ചെയ്താലും ഇരട്ടി ലുക്കാവും മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതായത് മൈലേജ് ഒക്കെ ഒരു 16-17 ഒക്കെ മാക്സിമം കിട്ടും. ഹൈവേയിലൊക്കെ ട്രാഫിക്കിലൊക്കെ കുറയും. എന്തായാലും നോക്കിക്കോളൂ, കിടിലൻ വണ്ടി. ഫുൾ ലോണിൽ 1 രൂപ കൊടുക്കാണ്ട് എടുത്തോണ്ട് പോവാട്ടോ, ലോൺ അടയ്ക്കാൻ പറ്റിയ. അതെ, പ്രൊഫൈല് ഓക്കെ ആണെങ്കിൽ മാത്രം. അത് എല്ലാവരിലും ബാധകമാവണം എന്നില്ല. സിബിലും പ്രൊഫൈലൊക്കെ ഓക്കെ ആവുന്നവർക്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞു കേൾക്കുന്ന ആൾക്കാർക്കും അടുത്ത് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ നിങ്ങളോട് എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മിക്ക കസ്റ്റമേഴ്സും ഇത് അറിയാതെ ഇത് എന്തെങ്കിലും ഒരു തുമ്പ് കേട്ടിട്ട് ഓടി വരുന്നവരുണ്ട്, ദൂരനൊക്കെ ഓടി വരുന്നവരുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാര്യം പറയുമ്പോൾ അവര് നമ്മളോട് കയർത്ത് സംസാരിക്കും. അപ്പൊ അത് നിങ്ങളിലേക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ, നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കയാണ്, ധൈര്യമായിട്ട് പോകുന്നവർ മാക്സിമം ലോൺ ചെയ്ത് തരും. അപ്പോൾ എന്തായാലും നമ്മുടെ കാർ 24 ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്, ഏകദേശം ഇരുടായി തുടങ്ങി. അപ്പോൾ നല്ലൊരു കിഡും കൂടി കാണിച്ചാൽ അവസാനിപ്പിച്ചേക്കാം അല്ലേ? പിന്നെ മാക്സിമം ഞാൻ നിങ്ങളോട് പറഞ്ഞു, എല്ലാ വണ്ടികളും ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക, എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു തരും. ഇവിടെ വന്നിട്ട് രോഹിത്തിനെ കണ്ടാൽ മതി, രോഹിത് നമ്മുടെ സ്വന്തം ആളാണ്. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും കിഡ് ഏതാ മോഡലൊക്കെ? കിഡ് എന്ന് പറയുമ്പോൾ 2016 മോഡലാണ്. 16 മോഡല് RXL എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്, മാനുവൽ ആണ് വരുന്നത്, സിംഗിൾ ഓണർ വണ്ടിയാണ്, പെട്രോൾ ആണ് വരുന്നത്. 24,000 വണ്ടി ഓടിയിട്ടുള്ളൂ. 24 ഓടിയിട്ടുള്ളൂ. 2016 വണ്ടിയാണ്. അതെ അതെ, ലോ കിലോമീറ്റർ വണ്ടിയാണ്. പിന്നെ കാര്യമായ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. യൂസ്ഡ് കാർ ആവുമ്പോൾ സ്വാഭാവികമാണ് ഈ ബമ്പറിന്റെ ഇവിടെയൊക്കെ സ്ക്രാച്ചുകൾ ഉണ്ട്. ഈ സ്ക്രാച്ചസ് ഒക്കെ നിങ്ങൾക്ക് ആപ്പിൽ തന്നെ കാണാൻ പറ്റും. ആപ്പിൽ തന്നെ ഇംപെർഫെക്ഷൻസ് പോയാൽ സ്ക്രാച്ചസ്, ചളുക്കുകള്, പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ആപ്പിൽ തന്നെ കാണാൻ പറ്റും. ഇതിൽ പവർ വിൻഡോസ് ഒന്നും വരില്ല, AC പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ കമ്പനി ഫിറ്റഡ് ചെറിയ ഒരു മ്യൂസിക് ഉണ്ട്, എന്തായാലും വർക്കിംഗ് ആയിരിക്കും അല്ലേ? അതെ, വർക്കിംഗ് ആണ്. വേറെ ഒരു അപാകതയില്ലല്ലോ. ഇനിയിപ്പോ അത് വർക്കിംഗ് അല്ല എങ്കിൽ പോലും അതും ആപ്പിൽ മെൻഷൻ ആയിരിക്കും. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞാൽ മെൻഷൻ ആയിരിക്കും. അടിപൊളി. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 80% മേലെ ഉണ്ട്. കൊള്ളാവുന്ന ഒരു വണ്ടി. എന്താ നമുക്ക് പ്രൈസ് എത്രയാ? ഇതിന്റെ ശരിക്കുള്ള ഇവിടുത്തെ പ്രൈസ് 3,50,000 ആണ്. ഡിസ്കൗണ്ട് ഓഫർ എല്ലാം കഴിഞ്ഞ് 270 വണ്ടി കൊടുക്കാം. 2016 വണ്ടി കേട്ടോ, 16 RXL ആണ്. ആരെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോ, ലോ കിലോമീറ്റർ വണ്ടിയാണ്. പ്രൈസ് നിങ്ങൾ വന്നിട്ട് ഡയറക്റ്റ് സംസാരിച്ചോളൂ, വണ്ടിയൊക്കെ ചെക്ക് ചെയ്തിട്ട് മാക്സിമം നെഗോഷ്യബിൾ ആയി തരും. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ രോഹിത്തിനെ കണ്ടാൽ മതി. മാക്സിമം നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് രോഹിത് ചെയ്തു തരും. വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ? ഓൾറെഡി ഇരുടായി തുടങ്ങി കേട്ടോ. എന്തായാലും പിന്നെ ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്, അപ്പോൾ എല്ലാം കൂടി കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും എന്താ പറയുക, ഏത് വണ്ടിയാണോ എടുക്കാൻ താല്പര്യം അതിൻ്റെ കാണാൻ പറ്റും. കാരണം ഈ 250 വണ്ടിയൊക്കെ മിനി സീരിയൽ പോലും, ഒരു വർഷത്തെ സീരിയലുണ്ടെങ്കിൽ പോലും എനിക്ക് കാണിച്ചു തീർക്കാൻ പറ്റില്ല. ഇവിടെയുള്ള എല്ലാ വണ്ടികളുടെയും ഡീറ്റെയിൽ ഫുള്ള് പറഞ്ഞു തീരാനാണെങ്കിൽ നമ്മളൊരു സീരീസ് തന്നെ ഇറക്കേണ്ടി വരും. അതിൽ നല്ല നിങ്ങൾ ആ ആപ്പിൽ തന്നെ നോക്കിയാൽ ഫുള്ള് ഡീറ്റെയിൽസ് ആപ്പിലുണ്ട്, A to Z ഡീറ്റെയിൽസ് ആപ്പിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഈ കാർ 24 ആപ്പ് എന്ന് പറയുന്നത് അത്ര ലോക്കൽ സാധനം അല്ല കേട്ടോ, 10 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ഉള്ള സാധനമാണ്. അപ്പോൾ അത്രയധികം ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിച്ച ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ രോഹിത്തിനെ കോൺടാക്ട് ചെയ്തോളൂ. നല്ല അടിപൊളി പ്രൈസിൽ നല്ല വണ്ടി എടുക്കാൻ രോഹിത് ഹെൽപ്പ് ചെയ്യും. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.